കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കേസൊക്കെ കൊടുത്തതിന് ശേഷം വിക്രമും പ്രകാശനും കൂടി കൂടിയിട്ട് സരയുവിനെ ശാരീരം കാണാനായിട്ട് വരുവാണ്. പിന്നീട് ശാരി വെച്ചു കേസൊക്കെ കൊടുത്തോന്ന് കേൾക്കണം. കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്കെതിരെ. പക്ഷേങ്കിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അവളൊരു വക്കീലിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നായിരുന്നു പറയാം. വക്കീലിനെ കൂട്ടിക്കണ്ടോ? അപ്പൊ അവൾ എങ്ങനെ അറിഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കാൻ ചെല്ലുമെന്നുള്ള കാര്യം? അതൊന്നും അറിയത്തില്ല. ഇത് കേട്ടപ്പോ സരയു പറഞ്ഞു, ഒരു പക്ഷെ അവൾക്ക് നല്ല പിടിപാടുള്ളതല്ലേ അമ്മേ, അങ്ങനെ അവൾ അറിഞ്ഞായിരിക്കും എന്ന് പറയാം. ശാരി പറഞ്ഞു, ഇനിയിപ്പൊ എന്തൊക്കെ പിടിപാടുണ്ടെന്ന് പറഞ്ഞാലും അവൾ ഒരിക്കലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു വക്കീലിനല്ലേ ഞാൻ ഏർപ്പാടാക്കുന്നേ. അതിന് വേണ്ടുന്ന ചെലവ് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് നടത്തും. ഇത് കേട്ട വിക്രം പറഞ്ഞു, ഒരു നല്ല വക്കീലിനെ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം തന്നെയാണ്. അവളെ അകത്ത് കിടക്കേണ്ട എനിക്കൊരു സന്തോഷം തരുന്നൊരു കാര്യം കൂടിയാണ്. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവൾ അകത്ത് കിടക്കണം. പ്രകാശം പറഞ്ഞു, എന്റെ മോനെ കുറ്റക്കാരനെന്നും പറഞ്ഞുകൊണ്ട് മോഷ്ടാവെന്നും പറഞ്ഞുകൊണ്ട് എന്റെ മോന്റെ മുഖം അടിച്ചു പരത്തിയത് അവളെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവള് എന്റെ മോളൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ അവളെ പോലൊരു ദുഷ്ട ഈ ഭൂമിയിലില്ലെന്ന് പറയാണ്. സരി പറഞ്ഞു, ശരിയാ, അവളാ എന്റെ ജീവിതം തകർത്തെ. എന്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അവളോടുള്ള ദേഷ്യം ഇരട്ടിക്കുക. എന്റെ അച്ഛൻ ഈ അവസ്ഥയില് മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കണമെങ്കിൽ അവളും അവളുടെ അച്ഛനും അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ്, അല്ല അവളും അവളുടെ അച്ഛനും അല്ല, അവളും അവളുടെ അമ്മായച്ചനും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ അവസ്ഥയിൽ എന്റെ അച്ഛൻ കിടക്കുന്നത്. അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ സരയു ആരാന്ന് അവൾ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ്. അതെ, ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. ഇനി ഇപ്പൊ നമുക്ക് അവളെ ജയിലിൽ പോയി കാണാം. കേസ് കോടതിയിലേക്ക് വരട്ടെ, പിന്നെയല്ലേ യഥാർത്ഥ കളി എന്താന്ന് അവള് കാണാൻ പോകുന്നത്. ഈ ശാരി ആരെന്ന് അവൾക്ക് അറിയത്തില്ല, അവൾ അറിയാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ശാരി സരയും കൂടെ പോവാണ്. ഈ സമയത്ത് കല്യാണി നേരെ വക്കീലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. വക്കീലിന്റെ അടുത്ത് നിന്ന് വക്കീലിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിക്കുകയാണ്. എഴുതി വെക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക, എല്ലാം ചെയ്യണം. അപ്പോൾ വക്കീൽ ഓരോന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കോടതിയിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ പോയിന്റുകൾ പറയണം, അതിനെക്കുറിച്ചൊക്കെ. അപ്പൊ വിക്രത്തിനെതിരെയാണ് കല്യാണി സ്വന്തമായിട്ട് വാദിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പോയിന്റ്സുകളൊക്കെ വക്കീലിൽ നിന്ന് പഠിക്കുന്നത്. അവസാനം വക്കീൽ പറഞ്ഞു, ഇതിച്ച റിസ്ക് ഉള്ള പരിപാടിയാ, കല്യാണിക്ക് അറിയാലോ, കോടതിയാണ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട്. അതൊക്കെ എനിക്കറിയാം സാർ. സാറ് കുടുംബ വക്കീലല്ലേ, പോരാത്തിന് ഞങ്ങളുടെ കമ്പനി വക്കീല്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും സാറിന്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കും, നല്ലതായിരിക്കും. സാറിന്റെ അഭിപ്രായം ചോദിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് തോൽക്കേണ്ടി വരില്ല. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടെന്ന് പറയാം. കല്യാണിന്റെ ഈ ആത്മവിശ്വാസം കൊണ്ട് കല്യാണി ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട പോയിന്റുകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത സിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതറിഞ്ഞിട്ട് അതിന്റെ നിലവാരം അറിഞ്ഞിട്ട് വേണം അതെങ്ങനെയാ കേസ് പോകുന്നതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത പത്തുകൾക്ക് രൂപകൽപ്പന കൊടുക്കാന്ന് പറയാണ്. കല്യാണി ഒരു ശരിയാ സാർ പറഞ്ഞ്, ഒരിക്കലും ആ വിക്രം എന്ന് പറയുന്ന ദുഷ്ടം പുറത്തിറങ്ങല് അവൻ കാരണമാണ് ഇപ്പം എന്റെ സോണിമോളാണെങ്കിലും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ കാര്യമുണ്ട്, ഇതിനകത്ത് സാക്ഷിമൊഴികളൊക്കെ ശക്തമാണെങ്കിൽ കല്യാണിക്കെതിരെ ആയിരിക്കും എല്ലാം. അതൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ല സാർ. എനിക്ക് ആ വിക്രമാണ് എന്റെ ടാർജറ്റ്. സാറിനറിയാലോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടാൻ ഇവിടം വരെ എത്തിയെന്ന്. അവനെ വലിയ കോളേജിലൊക്കെ വിട്ട് പഠിപ്പിച്ച സമയത്ത് എനിക്ക് പഠിക്കാൻ പോലും പറ്റിയിരുന്നില്ല. പക്ഷെ അവസാനം ഞാൻ ഈ നിലയിൽ എത്തണമെങ്കിൽ എൻ്റെ കിരണേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തേ. കിരണേട്ടൻ മാത്രമല്ല, എൻ്റെ അമ്മായച്ചനും അതുപോലെ തന്നെ എൻ്റെ അമ്മ രൂപമ്മ എല്ലാവരും ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവർ കാരണം ഇപ്പം ഞാൻ ഈ നിലയിൽ നിൽക്കുന്നത്. അപ്പൊ അവർക്കൊരു വേദനയും വിഷമം ഉണ്ടാകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. സോണിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം അവനാണെങ്കിൽ അവനെ അങ്ങനെ വെറുതെ വിട്ടുകൂടാന്ന് പറയാണ്. ഈ സമയത്ത് സോമനാഥൻ വക്കീല് പറഞ്ഞു, കല്യാണി ധൈര്യമായിട്ട് പൊക്കോ. ഇനി എന്റെ എന്ത് ഉപദേശം ഉണ്ടെങ്കിലും കല്യാണി ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ എന്നെ ഒരു കോൾ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളാം എന്ന് കല്യാണിക്ക് ആത്മവിശ്വാസം കൊടുത്ത് കല്യാണി പറഞ്ഞു വിടുകയാണ്. പിന്നീട് കല്യാണി നേരെ വന്ന് രൂപയുടെ അടുത്തേക്കാണ്. രൂപയുടെ അടുത്ത് വന്നപ്പോഴത്തേനും രൂപ എന്താ മോളെന്ന് ചോദിക്കണം. അല്ല അമ്മയ്ക്ക് അറിയാലോ ഞാൻ വിക്രത്തിന്റെ കർണക്കുറ്റി നോക്കി പൊട്ടിച്ച് അറിയാലോ എന്ന് ചോദിക്കണം. അതൊക്കെ എനിക്കറിയാം. അല്ല മോൾക്ക് ഉറപ്പുണ്ടോ അവനാണ് അങ്ങനത്തെ ഒരു ക്രൂരത സോണിമോളോട് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ആലിബിമോനോട് അങ്ങനെ ചെയ്തതെന്ന് മോൾക്ക് ഉറപ്പുണ്ടെന്ന് ചോദിക്കണം. അതമ്മേ ഉറപ്പെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരണ്യയുടെ ഭർത്താവിന് ഇതേ അവസ്ഥ തന്നെയല്ലേ ഉണ്ടായത്. ശരണ്യയുടെ ഭർത്താവ് കോമ സ്റ്റേജിലേക്ക് ആയിപ്പോയി, അതിന് ഉത്തരവാദി വിക്രമാണെന്നറിയാം. അപ്പൊ അതേ രീതിയിലുള്ള കാര്യം തന്നെ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരവാദി ഇവനായിരിക്കണം, അല്ലാതെ അവൻ വഴിയില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, അവൻ കൊണ്ടേ പരാതി കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, ഒരു നല്ല വക്കീലും തന്നെ ഏർപ്പാടാക്കാന്ന് പറയാം. അതിന്റെ ആവശ്യമൊന്നുമില്ലമ്മേ, എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാദിക്കാൻ പോകുന്നു പറയാ. മോള് വാദിക്കാനോ? അന്നിനാ അമ്മേ, എനിക്ക് വാദിക്കണം, എനിക്ക് വാദിച്ച് ജയിക്കണം. അവനെതിരെ ഞാനായിരിക്കും പോകുന്ന കോർട്ടില്. എന്റെ മോളെ ഇതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ കാര്യമൊന്നുമില്ല. കോടതി കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. എവിടെ എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എതിർഭാഗം വക്കീല് സ്ട്രോങ് ആണെങ്കിൽ മോള് ജയിലിൽ പോകേണ്ട വരും.
ജയിലിൽ പോയാലും കുഴപ്പമില്ലമ്മേ, എനിക്ക് അവന്റെ കണ്ണീര് കാണണം. അവനിൻ്റെ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. അത് മാത്രമാണ് എൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഞാൻ തയ്യാറാ. ഇപ്പൊ തന്നെ ഞാൻ സോമനാഥൻ വക്കീലിനെ കണ്ടാ വന്നേക്കുന്നേ, നമ്മുടെ കമ്പനി വക്കീല്. സാറ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനി സാറ് പറഞ്ഞു തന്നോളൂ. അതോർത്ത് അമ്മ വിഷമിക്കണ്ട. എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്നെ നല്ലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നേ പറയണം. എന്നാലും മോളെ, ഇത് കിരണൊക്കെ സമ്മതിച്ചോന്ന് ചോദിക്കണം. കിരണേട്ട സമ്മതിച്ചില്ലമ്മേ, പക്ഷെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഈ കാര്യം ഓർത്തിട്ട് അമ്മയ്ക്ക് ഒരു പേടിയും വേണ്ടെന്ന് പറയണം. അമ്മ ധൈര്യമായിട്ടിരുന്നോ. അമ്മയുടെ മോളല്ലേ പറയണേന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിന്നെ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ നിനക്കറിയാലോ, കോടതി ചെന്ന് കഴിയുമ്പോൾ അവർ ബാധിക്കുന്നത് ഭാവം ബാക്കിയിൽ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് പറയാൻ പറ്റില്ല. അവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തോറ്റു പോകത്തുള്ളൂ എന്ന് പറയണം. ഒരിക്കലും തോറ്റുമില്ലമ്മേ. അമ്മയുടെ അച്ഛൻ്റെ എല്ലാം പ്രാർത്ഥനയുണ്ട്. പോരാത്തിന് ശരണ്യയുടെ പ്രാർത്ഥന, ശരണ്യയുടെ ഭർത്താവിന്റെ പ്രാർത്ഥനയും കൂടെ വേണമെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. അവരൊക്കെ ഉള്ളപ്പം എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രൂപയ്ക്ക് ഒരു സന്തോഷമായി. പക്ഷെ എന്നാലും ഒരു സമാധാനക്കേട്. ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കല്യാണി നേരെ വീട്ടിലേക്ക് പോരുന്നു. ഈ സമയത്താണ് വഴി വെച്ച് ശാരീനെയും സരീവിനെയും കൂടെ കാണുന്നത്. കല്യാണി കണ്ട വട്ടി അവരെന്ത് ചെയ്യുവാണ്, വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങുക. എന്ത് ചോദിച്ചു, നീ നിന്റെ ആങ്ങളയ്ക്കെതിരെ പരാതിയൊക്കെ കൊടുത്തെന്ന് കേട്ടല്ലോ, ശരിയാണോ ഇവിടെ നിന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, ഓ അത്രയ്ക്കൊക്കെ കാര്യങ്ങൾ അറിഞ്ഞോ, അപ്പൊ അത് അവിടം വരെ എത്തി കാര്യങ്ങളല്ലേന്ന് ചോദിക്കുവാണ്. അറിഞ്ഞത് എന്താടി കുഴപ്പം, ശരിയായിട്ടുള്ള കാര്യമല്ലേ, ഇനി നീ അകത്ത് കിടക്കുന്നതെന്ന് കാണണം. ആ കാഴ്ച കാണാനായിട്ട് ഞാനും എൻ്റെ മോളും കൂടെ വരുമെന്ന് ശാരി പറയാണ്. അതെ, ആ കാഴ്ച കാണാൻ നിങ്ങൾ വരിക തന്നെ ചെയ്യണം. നിങ്ങൾക്ക് പറ്റിയ കാഴ്ചയാണല്ലോ കാണാൻ പോകുന്നത്. ഞാനല്ല ജയിലിൽ കിടക്കുന്നത്, വിക്രമായിരിക്കും ജയിലിൽ കിടക്കാൻ പോകുന്നത്. പിന്നെ എടി, നിനക്ക് അല്ലേലും എങ്ങനെ തോന്നിയിടി അവനെ തല്ലാനായിട്ട്? നിന്റെ ആങ്ങളയല്ലേന്ന് ചോദിക്കുവാണ് സരിയു. ആ ആങ്ങളെയാണ് പോലും. അവൻ ചെയ്ത ക്രൂരത വെച്ചിട്ടേ അവനെ തല്ലുമല്ല, അവനെ കൊല്ലുവാണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതിപ്പം ഞാൻ ചെയ്യുന്നില്ല. അതിനുള്ള അവസരം എനിക്ക് കിട്ടും. അതിനുള്ള അവസരം കിട്ടുമ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറയണം. ശാരി പറഞ്ഞു, മോളെ ഇനിയിപ്പോൾ ഇവളോടൊന്നും പറയണ്ട. നമുക്കിനി ഇവളെ കാണാൻ വേണ്ടി മാത്രം ചെന്നാൽ മതി ജയിലിലേക്ക്. ആ കാഴ്ച കാണാൻ നമുക്ക് പോകണ്ടേന്ന് ചോദിക്കുവാണ്. ശരിയാമ്മേ, ആ കാഴ്ച കാണാൻ പോകണം. ഇനിയിപ്പം നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലടി. കാരണം സാക്ഷി മൊഴികളൊക്കെ ഉണ്ട്. അവരെല്ലാം ഇപ്പം സാക്ഷി വന്ന് പറയും. വന്ന് പറഞ്ഞ് നീ ഇനി അകത്തേക്കായിരിക്കും പോകുന്നത്, പുറത്തേക്കല്ലെന്ന് പറയണം. കല്യാണി പറഞ്ഞു, അങ്ങനെയാണല്ലോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം എന്നെ അല്ല നോക്കണ്ടേ. നിങ്ങൾ സരിയോനോട് പറയാം, നിന്റെ അച്ഛനെന്ന് പറഞ്ഞ ഒരാൾ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടപ്പുണ്ടല്ലോ, അയാളുടെ അവസ്ഥ എന്താന്ന് പോയി നോക്ക്. അയാൾക്ക് വല്ലതും വേണമെന്ന് അന്വേഷിക്കുക. അല്ലാതെ എൻ്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാം. അതേടി, അത് ഓർത്തിട്ട് തന്നെ നിന്നോട് ദേഷ്യം. എൻ്റെ അച്ഛന് ഈ അവസ്ഥ വരാൻ കാരണം നീയും നിന്റെ ഭർത്താവും എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. ഒരിക്കലും അത് ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ഒറ്റ ഓടത്തിന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഈ സമയം കല്യാണം നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? എന്ത് ചെയ്യും നീയൊക്കെ കണ്ടോ? പക്ഷെ ആര് പറഞ്ഞു, വെറുതെ എന്തിനാ മോളെ ഇവിടെ വെല്ലുവിളിച്ച് സമയം കളയുന്നേ? ഇവള് പോട്ടെ. ഇവളിനിയിപ്പം പോകാൻ പോകുന്ന എങ്ങോട്ടാന്ന് അറിയാലോ. ഇവൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയാം. നമ്മളോട് കാണിച്ച ക്രൂരതയ്ക്ക് നല്ല തിരിച്ചടിയല്ല ദൈവം കൊടുക്കാൻ പോകുന്നതെന്ന് ശാരി സരിയോട് പറയാണ്. ഇത് കേട്ട് കല്യാണി പറഞ്ഞു, അതെ എനിക്ക് എൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, പക്ഷെ സരിയു നിന്റെ കാര്യത്തിലുള്ള ടെൻഷനുള്ളൂ. എൻ്റെ കാര്യത്തിൽ എനിക്ക് എന്നാ ടെൻഷൻ ഇരിക്കുന്നത്? ഞാൻ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അമേരിക്കയ്ക്ക് പോടി. അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ഒരു സെൽഫി ഇട്ടുതരാം നിനക്ക് കാണാനെന്ന് പറയണം. അതെ അതെ, നീ അമേരിക്കയ്ക്കോ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്കുള്ള ശിക്ഷ ദൈവം മുൻപേ തന്നെ എഴുതി വെച്ചേക്കുമെന്ന് പറയുകയാണ്. എനിക്കല്ല ശിക്ഷയോ? അതേടി, നീ ഇപ്പൊ എവിടുന്ന് എങ്ങോട്ട് രക്ഷപ്പെട്ടാലും നിന്റെ ഒപ്പം തന്നെ നിനക്ക് പൊട്ടിക്കരയാനുള്ള ആ ഒരു ശിക്ഷ നിന്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് പറയാണ്. നീ എവിടെ പോയാലും നീ രക്ഷപ്പെടിക്കില്ല. നീ അതോർത്ത് കരയും. കാര്യം പറഞ്ഞാൽ നിനക്ക് എന്നെ കാണത്തില്ലെങ്കിലും പക്ഷെ നിന്നോട് എനിക്ക് സഹതാപം എന്ന് മാത്രമേ ഉള്ളൂ സരി. ഈ സമയത്ത് നീ നേരിടാൻ പോകുന്ന ആ വലിയ വിപത്തിനെ ഓർത്ത് എനിക്ക് സങ്കടം വരുന്നുണ്ട് നിന്നോട് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്ന് ശരി വിളിച്ച്, എന്താ അമ്മ അവള് പറഞ്ഞതിന്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. ആർക്കറിയാം അവൾ എന്താ പറഞ്ഞതെന്ന്? എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നേ വിക്രം കൊണ്ട് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ആ ഒരു ടെൻഷനിൽ അവൾ അങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞായിരിക്കും. മോൾ അതൊന്നും കാര്യമാക്കണ്ട. ഒരു കാര്യം ഉറപ്പാ, ഇനിയിപ്പോ നമുക്ക് സന്തോഷിക്കാനൊരു വക കിട്ടിയല്ലോ, ആൽബിക്കയുടെ നല്ലൊരു പണി കിട്ടിയല്ലോ സോണിയുടെ ഭർത്താവിനിട്ട്. അത് നല്ല കാര്യമല്ലേ? അങ്ങനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രവും പ്രകാശനും വക്കീലിന്റെ അടുത്ത് ഇരിക്കുവാണ്. അപ്പൊ വക്കീല് പറഞ്ഞു, അതെ ശാരി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഞാൻ ഏറ്റെടുത്തത്. അവര് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടാണ്. അവരുടെ പല കേസുകളും ഞാനാ വാദിക്കാറുണ്ടായിരുന്നേ. അല്ല ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. വിക്രം പറഞ്ഞു, അവൾ എന്നെ പിടിച്ച് അടിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ല, ഒരു പ്രകോപനം ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അതിന് എന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അവളുടെ സോണി എന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, അവളുടെ നാത്തൂന.
അവളുടെ ഭർത്താവിനെ ഞാൻ തല്ലിന്നൊക്കെ പറഞ്ഞോണ്ട് അവരുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചെന്നും പറഞ്ഞോണ്ടാ എന്നെ ഈ മാതിരി അടിച്ച് ശരിയാക്കിയെന്ന് പറയണം. അല്ല നിങ്ങളത് ചെയ്താണെന്ന് വക്കീൽ ചോദിക്കണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാറെന്ന് പറയും. ചെയ്ത ആളും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഊരി പോകാവുന്ന കാര്യമുള്ളൂ. അതിനിപ്പോൾ തെളിവുകളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത CCTVകളൊക്കെ കാണുമായിരിക്കും. അതിനകത്ത് ചിലപ്പോൾ വണ്ടി നമ്പറൊക്കെ പറഞ്ഞു കാണും. എന്തായാലും കുഴപ്പമില്ല, ആ കേസിൽ നിന്നൊക്കെ തലയൂരി പോരാ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അല്ല ഈ കല്യാണി എന്ന് പറയുന്ന അവൾക്ക് നിങ്ങളോട് തന്നെ ശത്രു തോന്നാൻ കാരണം? പ്രകാശം പറഞ്ഞു, ആഹാ അവൾ എൻ്റെ മോളാ സാറേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെപ്പോലെയുള്ള ശകുനപ്പഴ എൻ്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ നിധിയല്ലേന്ന് ചോദിക്കുകയാണ്. അവൾ എൻ്റെ ജീവിതത്തിലേക്ക് എന്നും വന്ന് കടന്നു വന്നോ അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം. സാറിന് അത് അറിയാവുന്ന ചോദിക്കുകയാണ്. അല്ല മോളാണെങ്കിൽ പിന്നെ അവളോട് ക്ഷമിച്ചുകൂടെയെന്ന് ചോദിക്കുകയാണ്. ക്ഷമിക്കാൻ അവളോടോ? നല്ല കഥയായിപ്പോയി. അവളെക്കുറിച്ച് സാറിന് അറിയത്തില്ലാഞ്ഞിട്ടാ. അവള് ഇവിടെ ഉള്ളതാ ഞങ്ങളുടെ കഷ്ടകാലം. അവളെ ഞങ്ങൾക്കിട്ട് പാര പണിതുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ നന്നായിട്ട് ജീവിക്കുന്ന കാണുന്നത് അവൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അവളിങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അവളിനി ജയിലിൽ കിടക്കണം സാർ. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ സന്നദ്ധയാണെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ വക്കീൽ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണല്ലോ അവൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിത് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.